പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റീലുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ റീലുകളിൽ എന്താണ് റിയൽ എന്നും എന്താണ് റിയൽ അല്ലാത്തതെന്നും മനസ്സിലാക്കുവാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം AI അതിപ്രസരം അത്രമാത്രമാണ്. നമ്മൾ കാണുന്ന റീലുകളിൽ ഏതാണ് റിയൽ എന്നും ഏതാണ് ഫേക്ക് എന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ചിലരൊക്കെ ജീവിക്കുന്നതും ഈ റീലുകളിലാണ്. അവരാകട്ടെ റീച്ച് കിട്ടുവാനും വൈറലാകുവാനും ലൈക്ക് കിട്ടുവാനും ഏത് അറ്റം വരെ പോകുവാൻ തയ്യാറാണ്. അതിൻ്റെ ഇരയാണല്ലോ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മരണമടഞ്ഞ ദീപക് എന്ന യുവാവ്. സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. പലപ്പോഴും ഈ AI ലോകത്ത് ആളുകൾ ഒരു സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ തയ്യാറാകാതെ ഒരു മായ ലോകത്താണ് ജീവിക്കുന്നത്. ആയതിനാൽ പല യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും പോലും പലർക്കും ഇന്ന് റിയലല്ല. ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ട വചനഭാഗവും പലർക്കും റിയലല്ല, യാഥാർത്ഥ്യമല്ല. ചിലർക്കിതൊരു യൂട്ടോപ്യൻ ഐഡിയ മാത്രമാണ്. അതായത് സാങ്കല്പികമായ ഒന്ന് മാത്രമാണ്, കേവലം ഭാവനയുള്ളത് മാത്രമാണ്. അപ്രായോഗികമായിട്ടുള്ള ഒന്നാണ്, നടപ്പിലാക്കുവാനായിട്ട് സാധിക്കാതായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത ഒരു വചനഭാഗമാണത്. ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈശോയുടെ പ്രബോധനങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു ബൈബിൾ ഭാഗമാണത്. ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വചനഭാഗമാണത്. കർത്താവിൻ്റെ ഏറ്റവും റിയലായിട്ടുള്ള പ്രബോധനമാണത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ റിയൽ എല്ലാം തോന്നിയേക്കാം. മനുഷ്യർക്കിത് റിയൽ ആയിരിക്കില്ല, പക്ഷേ ദൈവത്തിനിത് റിയലാണ്. റിയൽ അല്ല എന്ന് മാത്രം. മൺമറിഞ്ഞു പോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ജീവിതത്തിൽ റിയലായിട്ടുള്ള ഈ വചനഭാഗമാണ് തൻ്റെ മൂന്നാമത്തെ അപ്പോസ്തലിക പ്രബോധനമായിട്ടുള്ള ഗൗദാത്തെ എത് എക്സുൽത്താത്തെ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ എന്ന അപ്പോസ്തലിക പ്രബോധനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. ഈ വചനഭാഗമാണ് ഇതിന് പശ്ചാത്തലമായിട്ട് പാപ്പ തിരഞ്ഞെടുത്തത്. കാരണം നമ്മൾ എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ വിശുദ്ധരാകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. മത്തായി 5:11 മുതൽ 12 വരെയുള്ള വചനത്തിൽ, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകൾ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ഇന്നത്തെ AI യുഗത്തിൽ ഇതെത്രമാത്രം പ്രായോഗികമാണെന്ന് ഒരുപക്ഷെ നമ്മൾ സംശയിച്ചേക്കാം. എന്നാൽ ദൈവം വളരെ റിയലായിട്ടുള്ള ഒരു കാര്യം നമ്മോട് മാത്രമായിട്ട് പറയുകയാണ്. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ. അതിന് കാരണമാണ് പാപ്പ പറഞ്ഞു വെക്കുന്നത്. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ വിശുദ്ധരാകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനായിട്ട് 5 മാർഗങ്ങൾ പാപ്പ അപ്പോസ്തലിക പ്രബോധനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. 1, ഹോളിനെസ് മീൻസ് ബീയിങ് യോർ സെൽഫ്. വിശുദ്ധി എന്നാൽ നിങ്ങളായിരിക്കുക എന്നാണ്, സ്വയമായിരിക്കുക. അതായത് നമ്മൾ എന്തായിരിക്കുന്നുവോ അതായിരിക്കുക. നമ്മുടെ ജീവിത അവസ്ഥയോട് വിശ്വസ്തത പുലർത്തുക. അതായത് ഒരു പുരോഹിതനായിട്ടുള്ള ഞാൻ ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറരുത്. ഉദാഹരണത്തിന് യുവാക്കളെ പോലെ പെരുമാറരുത്. അതായത് ഞാൻ നാളെ മുതൽ കാതിൽ കമ്മലൊക്കെ ഇട്ട് കൈ ടാറ്റുവൊക്കെ ചെയ്ത് മുടി അങ്ങ് നീട്ടി വളർത്തി ലോ വേസ്റ്റ് പാൻസും ഇട്ട് വന്നാൽ നിങ്ങൾ പറയും അച്ഛൻ എന്തോ പ്രശ്നമുണ്ട്. കാരണം എൻ്റെ ജീവിത അവസ്ഥയ്ക്ക് യോജിക്കാത്ത ഒരു വസ്ത്രധാരണ രീതിയാണത്. എൻ്റെ ജീവിത അവസ്ഥയോട് കൂറ് പുലർത്താത്ത പ്രവൃത്തികളാണത്. അതുപോലെ തന്നെ ഒരു സന്യസ്തയും പെരുമാറാൻ പാടില്ല. തൻ്റെ ജീവിത അവസ്ഥയോട് കൂറ് പുലർത്താത്ത പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് പാടില്ല. അപ്പോൾ വിശുദ്ധരാകുവാനായിട്ടുള്ള വഴി എന്നത് നമ്മുടെ ജീവിത അവസ്ഥയോട് 100% വിശ്വസ്തത പുലർത്തുക. അതായത് ഒരു അപ്പൻ തൻ്റെ ജീവിത അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 100% വിശ്വസ്തത പുലർത്തണം.
100% വിശ്വസ്തരായിട്ട് ജീവിക്കണം. അതുപോലെ തന്നെ അമ്മ തൻ്റെ ജീവിത അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 100% വിശ്വസ്തത പുലർത്തണം, 100% വിശ്വസ്തരായിട്ട് ജീവിക്കണം. അതുപോലെ തന്നെ മക്കൾ തങ്ങളുടെ ജീവിതാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 100% വിശ്വസ്തത പുലർത്തണം, 100% വിശ്വസ്തരായിട്ട് ജീവിക്കണം. ഇതാണ് വിശുദ്ധരായിട്ട് മാറുവാനുള്ള ആദ്യത്തെ മാർഗമായിട്ട് ഫ്രാൻസിസ് പാപ്പ അവതരിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് എവറി ഡേ ലൈഫ് ക്യാൻ ലീഡ് ടു ഹോളിനെസ് എന്നാണ്. അതായത് അനുദിന ജീവിതത്തിലെ കർമ്മങ്ങൾ നമ്മളെ വിശുദ്ധരാക്കി മാറ്റുവാൻ സഹായിക്കുമെന്നാണ്. വിശുദ്ധരാകുവാൻ നിങ്ങൾ ഒരു ബിഷപ്പോ പുരോഹിതനോ ഒരു സന്യസ്തയോ ആകേണ്ടതില്ല എന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും വിശുദ്ധരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു അമ്മയോ പിതാവോ ഒരു വിദ്യാർത്ഥിയോ അഭിഭാഷകനോ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു കാവൽക്കാരനോ ആർക്കും വിശുദ്ധരായിട്ട് മാറുവാൻ സാധിക്കും. അടുത്ത വീട്ടിൽ വിശുദ്ധന്മാരെന്നാണ് ഫ്രാൻസിസ് പാപ്പ അവരെ വിളിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം സ്നേഹത്തിൽ ജീവിക്കുക എന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സാക്ഷി നൽകുമെന്നാണ്. അതും വലിയ നാടകീയമായ പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അനുദിന ജീവിതത്തിലെ കർമ്മങ്ങൾ 100% വിശ്വസ്തയോടെ നമ്മൾ ചെയ്താൽ അത് നമ്മളെ സഹായിക്കും വിശുദ്ധരായിട്ട് മാറുവാൻ. അപ്പോൾ വൈദികനായ ഞാൻ എൻ്റെ കർമ്മങ്ങൾ നന്നായി ചെയ്താൽ അവയോട് 100% വിശ്വസ്ത പുലർത്തിയാൽ ഞാനൊരു വിശുദ്ധനായി മാറും. എൻ്റെ വൈദിക വിളിയോട് 100% വിശ്വസ്ത പുലർത്തിയാൽ എനിക്ക് വിശുദ്ധനായിട്ട് മാറുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ സാധിക്കും. നമ്മുടെ വിളിയോട് വിശ്വസ്തത പുലർത്തിയാൽ, ഒരു കുടുംബനാഥൻ തൻ്റെ വിളിയോട് വിശ്വസ്തത പുലർത്തിയാൽ വിശുദ്ധനായി മാറാൻ സാധിക്കും. ഒരു കുടുംബനാഥ തൻ്റെ വിളിയോട് വിശ്വസ്തത പുലർത്തിയാൽ, മക്കൾ അവരുടെ വിളിയോട് വിശ്വസ്തത പുലർത്തിയാൽ വിശുദ്ധരായിട്ട് മാറുവാൻ സാധിക്കും. അങ്ങനെ അനുദിന ജീവിതത്തിലെ കർമ്മങ്ങൾ 100% വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് വിശുദ്ധിയുടെ ഉന്നത പടവുകൾ ചവിട്ടുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു വിശുദ്ധനാകുവാൻ നിങ്ങൾ മിസ്റ്റിക് ആനന്ദത്തിൽ മുഴുങ്ങുകയോ താഴ്ന്ന കണ്ണുകളോട് നടക്കുകയോ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ പിൻവാങ്ങുകയോ ചെയ്യേണ്ടതില്ല എന്നുകൂടി ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഒഴിവാക്കേണ്ട 2 കാര്യങ്ങളെക്കുറിച്ചാണ് മൂന്നാമതായിട്ട് പാപ്പ പറഞ്ഞു വെക്കുന്നത്. നോസ്റ്റിസം ആൻഡ് പെലജിനിസം. നോസ്റ്റിസം എന്നാൽ ജ്ഞാനവാദം എന്ന് പറയാം. അതായത് നമ്മുടെ ജ്ഞാനം കൊണ്ട് പലതും നേടാമെന്നുള്ള വാദം, ജ്ഞാനത്തിലൂടെ രക്ഷ നേടാമെന്നുള്ള പ്രബോധനം. ദാനധർമ്മം ചെയ്യുകയോ നല്ല പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടത് ശരിയായ ഭൗതിക സമീപനമാണ്. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രബോധനമാണ്. പെലജിനിസം എന്നാൽ നമ്മുടെ സ്വന്തം പരിശ്രമത്തിലൂടെ നമുക്ക് നമ്മുടെ രക്ഷ നേടുവാൻ കഴിയുമെന്നുള്ള പ്രബോധനമാണ്. അതായത് ദൈവകൃപ ആവശ്യമില്ല, മറിച്ച് സ്വന്തം ശക്തിയും കഴിവും കൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണത്. ഇവ രണ്ടും വിശുദ്ധിക്കെതിരെയുള്ള കാര്യങ്ങളാണ്. അതിനാൽ ഇവ രണ്ടും ഒഴിവാക്കണമെന്ന് പാപ്പ പഠിപ്പിക്കുന്നു. നാലാമതായിട്ട് പാപ്പ നൽകുന്ന മാർഗം എന്നത് ദയ ഉള്ളവരായിരിക്കുക എന്നതാണ്. കൗതാത്തെ എക്സുൽത്താത്തെ എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും സവിശേഷമായ പ്രായോഗിക ഉപദേശങ്ങൾ ഒന്നാണിത്. ഉദാഹരണത്തിന് ഗോസിപ്പ് പറയാതിരിക്കുക, പരദൂഷണം പാടെ ഒഴിവാക്കുക. പരദൂഷണം മാരക പാപമാണെന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിധിക്കുന്നത് നിർത്തുക, ആരെയും വിധിക്കാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ക്രൂരത കാണിക്കുന്നത് നിർത്തുക എന്നാണ്. അതായത് കരുണ പ്രദർശിപ്പിക്കുക. ഇന്നത്തെ വചനത്തിൽ ഈശോ അത് ആവർത്തിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു സൗഭാഗ്യങ്ങൾ. അവയാണ് വിശുദ്ധിയിലേക്കുള്ള വഴി. ഗൂഗിൾ മാപ്പ് പോലെ, റോഡ് മാപ്പ് പോലെ വിശുദ്ധിയിലേക്കുള്ള ചൂണ്ട് പലകയാണ് ഇന്നത്തെ സുവിശേഷം സൗഭാഗ്യങ്ങൾ. അവ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും വിശുദ്ധരായിട്ട് മാറുവാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധി അപ്രാപ്യമായൊരു കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും പ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. റിയൽ ആയിട്ടുള്ള ഒന്നാണ്, റിയൽ അല്ല, റിയൽ ആയിട്ടുള്ള ഒന്നാണ്. വചനം ഇന്നേ ദിവസം നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയാണ് റിയലിൽ നിന്നും റിയൽ ആയിട്ട് മാറുവാൻ, വിശുദ്ധരായിട്ട് മാറുവാനായിട്ട്. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.